മീനത്തിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വീട് കാണുവാനാണ്. 1650 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള നല്ലൊരു വീട് പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു കിടുക്കൻ വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. 4 ബെഡ്റൂമുള്ള വീട് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിക്ക് ഉള്ളിൽ തന്നെയാണ്. പാലാ ടൗണുമായിട്ട് ഉദ്ദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ടൗണിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ വീടും സ്ഥലവും ചോദിക്കുന്ന വില 68 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെയുള്ള നല്ലൊരു ടാർ റോഡ് സൈഡിലാണ്. അതുകൊണ്ട് അടുത്തുള്ള വീടുകളൊക്കെ നമുക്കൊന്ന് കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് ഇപ്പോൾ നിൽക്കുക. കിണർ മുറ്റത്തുണ്ട്. ഇത് തൊട്ടപ്പുറത്തെല്ലാം വീടുകളെല്ലാം കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുത്ത് നല്ല വീതിയുള്ള റോഡ് തന്നെ കടന്നു വന്നു കഴിയുമ്പോഴുള്ള നല്ലൊരു കിടുക്കൻ വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. നമ്മൾ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന മുറ്റത്തേക്കൊന്ന് കയറുകയാണ്. ഇതാണ് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന മുറ്റം. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഈ കാണുന്നതാണ്. ഇത് കിണർ, ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള നല്ലൊരു കിണർ ഇവിടെ കാണാം. തൊട്ടപ്പുറത്തെല്ലാം വീടുകളുണ്ട്. പക്ഷെ വീട് ഫ്രണ്ടിൽ ഒരിക്കലും വീട് ഒന്നും മറയത്തില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളൊന്ന് കാണാം. ഒമ്പത് സെന്റ് സ്ഥലത്തിലടങ്ങിയിരിക്കുന്ന 4 ബെഡ്റൂമുള്ള നല്ലൊരു വീട്. ഇവിടെ ഇത്രയും നല്ല മുറ്റമൊക്കെയുള്ള നല്ലൊരു കിടുക്കൻ വീടിൻ്റെ മുൻപിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഈ സൈഡ് വ്യൂ നമുക്കൊന്ന് കാണാം. ഇതാണ് സൈഡ് വ്യൂ നമ്മൾ കാണുന്നത്. തൊട്ടപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു പ്രൈവസി കിട്ടാവുന്ന രീതിയിലാണ് ഈ പ്ലോട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ പ്രൈവസി കിട്ടാവുന്ന രീതിയിലുള്ള രൂപകൽപ്പനയിലുള്ള നല്ല പ്ലോട്ടുകൾ ഇവിടെ പബിൾസൊക്കെ ഇട്ട് ചെറിയൊരു കോർട്ട്യാർഡ് ആക്കി എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു ചെല്ലാം. ഫ്രണ്ട് ഡോറ്, ഫ്രണ്ട് ജനൽപ്പാളികൾ എല്ലാം നമ്മൾ കാണുന്നു. ഇവിടെ രൂപം വെക്കുവാനായിട്ടുള്ള, ദൈവത്തിൻ്റെ രൂപം വെക്കുവാനായിട്ടുള്ള ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ TV യൂണിറ്റിൻ്റെ പോയിന്റാണ് ഇവിടെ വന്നിരിക്കുക. നല്ലൊരു TV യൂണിറ്റിൻ്റെ പോയിന്റ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറിയാണ് നമ്മളിവിടെ കാണുക. ഒപ്പം നമ്മുടെ പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നു. പാർട്ടീഷൻ വർക്ക് കടന്ന് നമ്മൾ നേരെ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഡൈനിങ് ഏരിയയുടെ വലിപ്പം നമുക്കൊന്ന് കാണാം. 2 നില വീടാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കേസ് ഈ ഡൈനിങ് ഏരിയയ്ക്ക് സമീപത്തെന്നാണ് കൊടുത്തിരിക്കുക. ഡൈനിങ് ഏരിയയുടെ സമീപത്ത് തന്നെ നല്ല ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. താഴത്തെ നിലയിൽ തന്നെ 3 ബെഡ്റൂമുകളാണ്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ഒരു ബെഡ്റൂം കോമണും 2 അറ്റാച്ച്ഡുമാണ് ഈ താഴത്തെ നിലയിലുള്ളത്. അപ്പോൾ 4 ബെഡ്റൂമിൽ 3 അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റും കൂടിയാണ്. ഇത് ബെഡ്റൂമുകളൊക്കെ നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ്. (13-12) സൈസാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ്. ഇവിടെ നമുക്ക് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് വേഗം കടന്നു ചെല്ലാം. ഇതാണ് ക്ലോസറ്റ്, മിറർ, അതുപോലെ തന്നെ വാഷ് ഏരിയ, മിറർ ലാമ്പ്, ഷവർ, അതുപോലെ ഡൈവേർട്ടറായിട്ടുള്ള പൈപ്പ് കണക്ഷൻ, ടാപ്പ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടി ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനും കൂടി കിട്ടാവുന്ന രീതിയിലാണ് ഈ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുക. നമുക്ക് 2ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോവുക. രണ്ടാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെ, നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ്, ഫാന്, ഫാൻസി ലൈറ്റ് എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനത്തോടും കൂടിയാണ്. AC-യുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടോയ്ലറ്റും നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ തന്നെ.
ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിന് സമീപത്തായിട്ട് ഈ സ്റ്റെയർ കേസിനോട് സമീപത്താണ് കോമൺ ടോയ്ലറ്റ് ചെയ്തിരിക്കുക. ഒട്ടും സ്പേസ് മിസ്യൂസ് ചെയ്യാത്ത രീതിയിൽ, അതായത് ഒട്ടും സ്പേസ് വെറുതെ കളയാത്ത രീതിയിൽ ഇവിടെ ഇൻവെർട്ടറിന്റെ പോയിന്റ് ഇവിടെ ഈ സ്റ്റെയർ കേസിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു സ്പേസ് പോലും വെറുതെ കളയാത്ത രീതിയിലാണ് ഇവിടെ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണിത്. മൂന്നാമത്തെ ബെഡ്റൂം, ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല, അതിന് പകരമാണ് കോമൺ ടോയ്ലറ്റ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. കിച്ചൺ നല്ല തേക്കൻ തടി കൊണ്ടുള്ള നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ അടിപൊളി കിച്ചനാണ് ഇവിടെ കാണുന്നത്. നല്ല മനോഹരമായൊരു കിച്ചൺ. നമുക്കിനി മുകളിലത്തെ നിലയുടെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. നല്ലൊരു സ്റ്റെയർ കേസ്, സൈഡിലൊക്കെ നമ്മുടെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ നിലയിൽ 2 ഡോറ് കാണുന്നുണ്ട്. അതിലൊരു ഡോറ് ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പാലാ ടൗണിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നമ്മളീ കാണുന്നത്. ഇതാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. സൂപ്പറായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഏരിയയിൽ ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്ത മേഖല, വെള്ളം പറ്റാത്ത കിണർ വെള്ളം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. 68 ലക്ഷം രൂപ ചോദിക്കുന്നു, നെഗോഷ്യബിൾ ആണ്.